ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കിയൊരു പയറുതോരൻ്റെ റെസിപ്പി നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം 2 വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 250 ഗ്രാം അച്ചിങ്ങ പയർ, നല്ല നാടൻ പയറാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. പിന്നെ 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. നല്ല ജീരകം ഓപ്ഷണലാണ്, ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് വെന്ത് വരില്ല, ഒന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാനുണ്ടാവും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൂടി പോകരുത്, 2 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചാൽ മതി. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. 10 മിനിറ്റിന് ശേഷം വെന്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.